നമ്മൾ ഈ വ്രണപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ മഞ്ജുഷ്? നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുരു പൊട്ടുക എന്നാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വർണ്ണക്കൊള്ള നടന്നിരുന്ന സമയത്തൊന്നും പൊട്ടാത്ത കുരു ഒരു പാരഡി പാട്ടിന്റെ പേരിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടുന്ന കുരു അങ്ങ് പൊട്ടട്ടെന്നേ. ഫ്ലാഷ് ബാക്ക്. ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മന്ത്രോച്ചാരണം പോലെ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെ കാത്തു സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട ശകലങ്ങളെയാണ് ഇത്ര വികലമാവും വികൃതവുമായി ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത വേദന ഉളവാക്കുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഈ ട്യൂൺ മാത്രമാണ് ഈ പ്രശ്നം എന്നാണ് ഇപ്പോൾ ശ്രീ ഹസ്കർ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താ, CPM-നെ നമുക്ക് കളിയാക്കാം, വസ്തുതകൾ പറയാം, രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിർക്കാം, വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് വേറെ അഭിപ്രായം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാണ് നമ്മുടെ നിലപാട് എന്നിരിക്കെ തെറ്റായിട്ടുള്ള ഒരു നിലപാടിന് വേണ്ടി സംസാരിക്കുമ്പോൾ വരുമ്പോൾ ഒരു ആത്മസംഘർഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ആ നിലപാടില്ല. ഈ പാട്ടിന്റെ ട്യൂണാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്യൂണിലല്ലാതെ വേറെ ട്യൂണിൽ വേണമെങ്കിൽ പാടി തരാമെന്നേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എല്ലാം നിന്റെ മായ അയ്യപ്പ എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? ഈ കൂട്ടർ തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ നടന്നവർ. ആ കൂട്ടർ ഇന്ന് ശബരിമലയിൽ അയ്യപ്പന്റെ പാട്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞ അയ്യപ്പന്റെ അഭിഭാഷകരായി തെരുവിലിറങ്ങുന്നത് കാണുമ്പോൾ ഇതെല്ലാം അയ്യപ്പന്റെ മായ എന്നല്ലാതെ പിന്നെ എന്ത് പറയാൻ പറ്റും? അത്രമാത്രം ശക്തിയുള്ളൊരു ഡേറ്റിയാണ് അയ്യപ്പൻ എന്ന് ഞാനും കൂടെ വിശ്വസിക്കുകയാണ്. കാര്യം പിണറായി വിജയനെ കൊണ്ട് തന്നെ അയ്യപ്പന്റെ പാട്ട് മോശമാക്കിയാൽ പണി തരാം എന്ന് പറയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ച അയ്യപ്പൻ അഭിവാദികൾ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.